ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് റിമൂവൽ ആണ്. ഇപ്പോൾ നമ്മുടെ വിഷ്വലിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഈ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത ഫുട്ടേജിൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്ത് കളയണം എന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ഒരു നോ സ്മോക്കിംഗ് ബോർഡ് ഉണ്ട്, പിന്നെ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ വിഷ്വലിൽ നിന്ന് ഇത് റിമൂവ് ചെയ്ത് കളയണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോർമലി ഒരു സ്റ്റില്ലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് കണ്ടന്റ് അവെയർ ഫില്ലോ പാച്ചിങ് ടൂളോ അല്ലെങ്കിൽ ക്ലോൺ സ്റ്റാമ്പോ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കളയും. അത് ഒരു വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഇത് നോക്കാൻ പോകുന്നത്. ഇങ്ങനെ എന്തെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് നമ്മൾ ക്ലീൻ പ്ലേറ്റ് റെഡിയാക്കുക എന്നാണ് പറയാ. ഓക്കെ, നമ്മൾ ക്ലീൻ പ്ലേറ്റ് റെഡിയാക്കുന്നത് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് തന്നെയാണ്. പക്ഷേ അത് വീഡിയോയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മാസ്കിങ് കാര്യങ്ങളെ കുറിച്ച് വരുത്തേണ്ടി വരും. അതിനു മുമ്പ് നമ്മൾ ക്യാമറ മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വിഷ്വലിൽ ഞാൻ ഈ ഒരു ബോർഡും ഈ ഒരു റെസ്റ്റും ഒക്കെയാണ് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാമറയുടെ മൂവ്മെന്റ് ജസ്റ്റ് എക്സ് ആൻഡ് വൈ ആക്സിസിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ സൂമിനോ അല്ലെങ്കിൽ ക്യാമറ ബാക്കോട്ട് പോവുകയോ ക്യാമറയുടെ ആംഗിൾ ചേഞ്ച് ആവുകയോ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ജസ്റ്റ് ആ നിന്നെടുത്ത് തന്നെ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പെർസ്പെക്റ്റീവിനും കാര്യങ്ങൾക്കൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. ഇങ്ങനെയുള്ള വിഷ്വൽസ് നമ്മൾ ക്ലീനപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സിംഗിൾ പോയിന്റ് ട്രാക്കിങ്ങിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഇതിന്റെ ക്യാമറ മൂവ്മെന്റ് വളരെ ഷേക്കിയോ അല്ലെങ്കിൽ ആംഗിളൊക്കെ ചേഞ്ച് ആവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് 3D ട്രാക്കിങ്ങിലേക്കും മറ്റുമൊക്കെ പോകേണ്ടി വരും. ഈ ഒരു വിഷ്വലിന്റെ കേസിൽ നമുക്ക് അത്തരം പ്രശ്നങ്ങളില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ നമ്മൾ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിന്റെ മുകളിലൂടെ കയറി വരുന്നുണ്ട്. കണ്ടോ? ഈ ഒരു പോയിന്റിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാരക്ടർ മൂവ് ആവുന്നുണ്ട്. ഈ റെസ്റ്റിന്റെ പോർഷനിൽ ക്യാരക്ടർ ജമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജാക്കറ്റിന്റെ ഒരു പോർഷൻ ഇതിനെ കവർ ചെയ്യുന്നുണ്ട്. കണ്ടോ? 2-3 ഫ്രെയിമുകളിൽ അത് കവറായി പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ക്യാരക്ടറിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാറാണ് പതിവ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തെടുക്കുന്നതിന് റോട്ടോസ്കോപ്പിംഗ് എന്നാണ് വിളിക്കുക. ഇവിടെ ഈ ഒരു ജാക്കറ്റിന്റെ കേസിൽ നമുക്ക് ജസ്റ്റ് മാസ്ക് ചെയ്താൽ മതിയാകും. കാരണം ഈ ഒരു ചെറിയ പോർഷൻ മാത്രം നമുക്കൊന്ന് മാസ്ക് ചെയ്തെടുത്താൽ മതിയാകും. പക്ഷേ ഈ ഹെഡിന്റെ മൂവ്മെന്റ് കുറച്ച് പ്രശ്നമുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ ഹെഡിന്റെ മൂവ്മെന്റിൽ ഹെയർസ് ആണ് വരുന്നത്. ഹെയർ വരുമ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മാസ്ക് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് റോട്ടോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ഇവിടെ ഉണ്ട്. റോട്ടോ ബ്രഷ് ടൂൾ എന്നാണ് അതിന് പറയാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൂൾ കാണാം, റോട്ടോ ബ്രഷ് എന്ന് പറഞ്ഞ ടൂൾ. ഈ ടൂൾ യൂസ് ചെയ്ത് നമുക്കൊരു സബ്ജക്റ്റ് മാത്രം റോട്ടോ ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഹെയറിന്റെ കേസിൽ കുറച്ചും കൂടി റിഫൈൻ ചെയ്യാൻ വേണ്ടി റിഫൈൻ എഡ്ജ് ടൂൾ എന്ന് പറഞ്ഞ ഒരു ടൂൾ കൂടിയുണ്ട്. അതും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിന്റെ പോർഷൻസ് ഒക്കെ കുറച്ചും കൂടി റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പോർഷൻസ് ഒക്കെ കണ്ടോ? നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹെയറിന്റെ ഇതൊക്കെ കാണാം. കണ്ടോ? അത് നമുക്ക് ഈ റിഫൈൻ എഡ്ജ് ടൂൾ യൂസ് ചെയ്ത് റോട്ടോ ചെയ്യാവുന്നതാണ്. പ്രോസസ്സ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ആദ്യം വിഷ്വലിന്റെ ഒരു ക്ലീൻ പ്ലേറ്റ് റെഡിയാക്കും. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ പ്ലേറ്റ് റെഡിയാക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു വിഷ്വൽ 2D ട്രാക്ക് ചെയ്ത് അതിൽ ക്ലീൻ പ്ലേറ്റ് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഗാർബേജ് മാസ്ക് യൂസ് ചെയ്ത് ആ ഒരു പോർഷൻസ് മാത്രം അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ സബ്ജക്റ്റിനെ, അതായത് നമ്മളുടെ ക്ലീൻ പ്ലേറ്റിനെ കവർ ചെയ്യുന്ന ഒബ്ജക്ട്സ് കാര്യങ്ങളെല്ലാം മാസ്ക് ചെയ്ത് റോട്ടോ ചെയ്ത് സെപ്പറേറ്റ് ലെയർ ആക്കി എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കളർ കറക്ഷനും കളർ മാച്ചും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പൈപ്പ് ലൈൻ അല്ലെങ്കിൽ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഒരു ക്ലീൻ പ്ലേറ്റ് എടുക്കാം. ക്ലീൻ പ്ലേറ്റ് എടുക്കാനായിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ പോവുക. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഒന്നും കട്ടായി പോകാത്തൊരു ഫ്രെയിമിൽ കൊണ്ടുവച്ചതിന് ശേഷം ആ ഒരു ഫ്രെയിം മാത്രം എക്സ്പോർട്ട് ചെയ്യാം. ഇവിടെ ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് ഈ ഒരു സിംഗിൾ ഫ്രെയിം മാത്രം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കോമ്പോസിഷനിൽ വരാം, സേവ് ഫ്രെയിം ആസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഫയൽ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു റെൻഡർ ക്യൂ വിൻഡോയിലേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് കിടക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോർമാറ്റ് ഫോട്ടോഷോപ്പ് സീക്വൻസ് നമ്മൾ ചേഞ്ച് ചെയ്ത് JPEG PNG ഒക്കെ ആക്കാം. ഞാനിപ്പോൾ JPEG ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയെല്ലാം ഡിഫോൾട്ട് ആയിട്ട് തന്നെ കൊടുക്കുക, ചേഞ്ച് ചെയ്യേണ്ടതില്ല. ഓക്കെ കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെൻഡർ ചെയ്യുക. റെൻഡർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ സേവ് ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഡയറക്റ്റ് ഈ റെൻഡർ ക്യൂവിലേക്ക് ആയിരിക്കില്ല വരാം. ചിലപ്പോൾ ഫയൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷനിലേക്കായിരിക്കും പോവുക. അവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ അസൈൻ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് ആയ ക്ലീൻ പ്ലേറ്റ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിലാണുള്ളത്. നമുക്കിത് വേഗം ഒന്ന് ക്ലീനപ്പ് ചെയ്തെടുക്കാം. ആ ഒരു ക്ലീൻ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫയല് ടൈം ലൈനിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ ചേഞ്ച് നിങ്ങൾക്ക് കാണാം.
ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് അവിടം വരെ ട്രിം ചെയ്യാണ്. ഈ ഒരു ഫ്രെയിം മുതലായിരിക്കും നമ്മളത് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ആ എക്സാക്ട് ഫ്രെയിം അറിയാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് അവിടം വരെ ട്രിം ചെയ്തിട്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫുട്ടേജ് ട്രാക്ക് ചെയ്യാം. ജസ്റ്റ് ട്രാക്കറിൽ പോവുക. അതിനുശേഷം ട്രാക്ക് മോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പൊസിഷൻ, റൊട്ടേഷൻ, സ്കെയിൽ എന്നിങ്ങനെ 3 വാല്യൂസും ടിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ അപ്പോൾ 2 ട്രാക്ക് പോയിന്റ്സ് കാണാം. ട്രാക്ക് പോയിന്റ് 1, ട്രാക്ക് പോയിന്റ് 2. നമുക്ക് എന്തിനാണ് 2 ട്രാക്ക് പോയിന്റ്സ് എന്ന് വെച്ചാൽ പാരലൽ ആയിട്ടുള്ള 2 പോയിന്റ്സ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ട്രാക്ക് ചെയ്യുക. ഡയഗണൽ ആയിട്ടോ ഹൊറിസോണ്ടൽ ആയിട്ടോ വെർട്ടിക്കൽ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പ്ലേസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു വിഷ്വലിൽ അങ്ങനെ 2 പോയിന്റ്സ് കണ്ടുപിടിക്കുകയാണ്. മാക്സിമം ഡിസ്റ്റൻസിലുള്ള 2 ട്രാക്ക് പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഇതിലൊരു ട്രാക്ക് പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. ഫുട്ടേജിൽ നിന്ന് കവറായി പോവാത്ത ഒരു ട്രാക്ക് പോയിന്റ് ആയിരിക്കണം അത്. ഓക്കെ, ഈ ഒരു ബോൾട്ടിന്റെ പോർഷൻ നമുക്ക് വേണമെങ്കിൽ ട്രാക്ക് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ അതിനെ കവർ ചെയ്ത് കളയുന്നുണ്ട്. കണ്ടോ? അതുപോലെ കവറായി പോവാത്ത, ഹിഡൻ ആയി പോവാത്ത 2 ട്രാക്ക് പോയിന്റ്സ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു പോയിന്റും കൊടുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സൂം ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ട്രാക്ക് പോയിന്റ് സെലക്ട് ചെയ്തു. പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു ലൈൻ കാണാം. നമുക്കൊന്ന് ടെസ്റ്റ് ട്രാക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വിഷ്വലിന്റെ ഏകദേശം മിഡിൽ പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കതുകൊണ്ട് ഫോർവേഡും ബാക്ക്വേർഡും ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഫോർവേഡ് ട്രാക്ക് ചെയ്യാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ട്രാക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്ക് പോയിന്റ്സിന്റെ സ്റ്റാർട്ടിങ് കാണാം. ആ ഫ്രെയിമിൽ വെച്ചതിന് ശേഷം ബാക്ക്വേർഡ് ട്രാക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ലെയറിൽ വന്നു, ന്യൂ നൾ ഒബ്ജക്റ്റ്. ഇനി നമുക്ക് ഈ ട്രാക്കിംഗ് ഡാറ്റ നൾ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. എഡിറ്റ് ടാർഗറ്റ് കൊടുത്തു. അതിനുശേഷം നൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, അപ്ലൈ ചെയ്യുക. എക്സ് ആൻഡ് വൈ. ഓക്കെ, ഇപ്പോൾ നൾ ഒബ്ജക്റ്റ് ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ആ നൾ ഒബ്ജക്റ്റ് വിഷ്വലിൻ്റെ ഒപ്പം മൂവ് ആവുന്നുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ക്ലീൻ പ്ലേറ്റ് പാരന്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ജസ്റ്റ് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ? നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. ആ ട്രാക്ക് വളരെ ഡീസൻ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ ഫുള്ളാക്കാം. ഇനി ത്രൂ ഔട്ട് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ? ആ ക്യാമറ മൂവ്മെൻറ്റിന് അനുസരിച്ച് അത് മാച്ച് ആയിട്ടുണ്ട്. കുറച്ച് ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. കണ്ടോ? വളരെ നീറ്റായിട്ട് നമുക്ക് ആ ക്ലീൻ പ്ലേറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ വിഷ്വലിൽ നിന്ന് ആ ക്യാരക്ടറിന്റെ കുറച്ച് പോർഷൻസും കാര്യങ്ങളും റോട്ടോ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. കൺട്രോൾ ഡി. അതിനുശേഷം മുകളിലേക്ക് കൊണ്ടുവയ്ക്കാം. ഇനി നമുക്ക് റോട്ടോ ചെയ്യാം. റോട്ടോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വേണ്ട പോർഷൻ മാത്രം റോട്ടോ ചെയ്തെടുത്താൽ മതി. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് കവറായി പോകുന്നുണ്ട് എന്ന് തോന്നുന്ന പോർഷൻസ് മാത്രം റോട്ടോ ചെയ്തെടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റയർ സീക്വൻസ് റോട്ടോ ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അതിന്റെ ആവശ്യവും നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ട ഭാഗം ഏതാണെന്ന് നോക്കാം. ഏകദേശം ഈ ഒരു ഫ്രെയിം മുതൽ ഇവിടം വരെയാണ് ഈ ഹെഡ് ഇതിനെ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടം വരെ ട്രിം ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ ജാക്കറ്റിന്റെ ഒരു പോർഷൻ കൂടി റോട്ടോ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അതിനായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുകയാണ്. അതിനുശേഷം ടൈം ലൈൻ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. ഈ ഒരു പോർഷനാണ് കട്ടാവുന്നത്. ജസ്റ്റ് 1-2 ഫ്രെയിമേ ഉള്ളൂ. അതൊന്ന് ട്രിം ചെയ്യുക. ഏകദേശം 4 ഫ്രെയിമേ ഉള്ളൂ. നമുക്ക് ഇവിടം വരെ മതി. ഇതിലെ ആദ്യത്തെ ക്ലിപ്പ് ഫോർ ഹെഡ് അല്ലെങ്കിൽ ഹെയർ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുകയാണ്. നെക്സ്റ്റ് ജാക്കറ്റിന്റെ പോർഷനാണ്. അതും ഒന്ന് റീനെയിം ചെയ്യാം. നെക്സ്റ്റ് ഹെഡ് നമുക്കൊന്ന് റോട്ടോ ചെയ്യാം. റോട്ടോ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ലെയർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ലെയറിൻ്റെ ഉള്ളിലേക്ക് പോയി ഇവിടെ ട്രാക്ക് ഡാറ്റ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. ജസ്റ്റ് ആ ട്രാക്ക് പോയിന്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ പോവാം. സൂം ചെയ്യാം. റോട്ടോ ബ്രഷ് ടൂൾ എടുക്കുക. വേണ്ട പോർഷൻസ് മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ലൈൻ കാണാം. ഓക്കെ, കുറച്ചും സൂം ഔട്ട് ചെയ്യുക.
നമ്മളുടെ റോട്ടോ ബ്രഷിന്റെ ലൈൻ റിഫൈൻ ചെയ്യാനായിട്ട് ഓൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോർഷൻസ് ക്ലിയർ ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു റഫായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം റിഫൈൻ എഡിറ്റ് ടൂൾ എടുക്കുക. ഹെയറിന്റെ പോർഷൻസ് ഒന്ന് റിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നെഗറ്റീവായി മാറിയത് കാണാം. അത് നിങ്ങൾക്ക് ആ ഹെയറിന്റെ പോർഷൻസ് സ്മൂത്ത് ഔട്ട് ആവുന്ന ഏരിയ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്നും കൂടി റിഫൈൻ ചെയ്തെടുക്കാം. വേണ്ട പോർഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ട്രാക്ക് ചെയ്യാം. ട്രാക്ക് ചെയ്യാനായിട്ട് പ്ലേ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. റോട്ടോ ബ്രഷ് ട്രാക്ക് ആയിക്കോളും. നമ്മുടെ വിഷ്വല് ട്രാക്ക് ആയിട്ടുണ്ട്. നമുക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് വ്യൂ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആൽഫ വ്യൂവിലാണുള്ളത്. ആൽഫ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട പോർഷൻ മാത്രം വൈറ്റ് ആയിട്ടും കട്ട് ചെയ്ത് കളയേണ്ട പോർഷൻ ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, നെക്സ്റ്റ് ബൗണ്ടറി വ്യൂ ആണ്. നമ്മൾ ഇതിലായിരുന്നു നേരത്തെ വർക്ക് ചെയ്തിരുന്നത്. നമുക്ക് ആ ബൗണ്ടറീസും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് കാണിച്ചു തരും. അടുത്തത് ഒരു ഓവർലേ വ്യൂ ആണ്. ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ സെലക്ട് ചെയ്തതിന്റെ ബാക്കി പോർഷൻസ് മുഴുവൻ ഒരു കളർ ടോണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കളർ അവിടെ ഒരു ഓവർലേ ആയിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. ഓക്കെ, ഇതെല്ലാം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് റോട്ടോ ചെയ്യുമ്പോൾ നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാനും വർക്ക് ചെയ്യണതിന്റെ എളുപ്പത്തിനൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഞാനിപ്പോൾ നോർമൽ വ്യൂവിൽ വന്നു. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ റോട്ടോ സേവ് ചെയ്യാം. റോട്ടോസ്കോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ ഫ്രീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. നമ്മുടെ റോട്ടോ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ലെയറിൽ നിന്ന് പുറത്തേക്ക് വരാം. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഹെഡ് മാത്രം റോട്ടോ ആയി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഫ്രെയിമിൽ മാത്രം ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് സോൾവ് ചെയ്യാം. ലെയറിലേക്ക് വരാം. അതിനുശേഷം അൺഫ്രീസ് ചെയ്യാം. ആ റിഫൈൻ എഡ്ജ് കുറച്ചും കൂടി ഒന്ന് റെഡി ആയി കൊടുക്കുക. ഓക്കെ, ഈ ഒരു എൻഡിലും കൂടി ചെറുതായിട്ടുണ്ട് ചേഞ്ച് കൊടുക്കാനുണ്ട്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രീസ് ചെയ്യാം. ഓക്കെ, ലെയറിലേക്ക് വരാം. ആ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് മൂവ് ചെയ്ത് നോക്കാം. വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് ആ ജാക്കറ്റിന്റെ പോർഷൻ കൂടി മാസ്ക് ചെയ്തെടുക്കാം. പെൻ ടൂൾ എടുക്കുക. അതിനുശേഷം മാസ്കിൽ വരാം. നമുക്കതൊന്ന് കീ ചെയ്യാം. മാസ്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒന്ന് റിഫൈൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫ്രെയിം വരെ മതിയാകും. ഓക്കെ, നമ്മുടെ മാസ്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാസ്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നോക്കി നമുക്ക് ആ മാസ്ക് കാണാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഫെദർ ചെയ്ത് കൊടുക്കാം. വളരെ ലൈറ്റ് ആയിട്ട് ആ ഒരു ഷാർപ്നെസ് മാറാൻ വേണ്ടിയാണ്. വല്ലാതെ ഫെദർ ചെയ്യരുത്. ഒരു ചെറിയ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. 1 is enough. ഓക്കെ, ഇത് നമുക്ക് ആ ക്ലീൻ പ്ലേറ്റ് ഒന്ന് ഗാർബേജ് മാസ്ക് ചെയ്തെടുക്കാം. ക്ലീൻ പ്ലേറ്റ് സെലക്ട് ചെയ്യുക. ഒപ്പാസിറ്റി കുറച്ചൊന്ന് കുറയ്ക്കുക. അതിനുശേഷം ഒരു റഫ് മാസ്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണ്ട പോർഷൻസ് മാത്രം. ഓക്കെ, അതിനുശേഷം ഒപ്പാസിറ്റി ഫുള്ളാക്കുക. കുറച്ചൊന്ന് ഫെദർ ചെയ്യാനുണ്ട് മാസ്ക്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട്. ആ ഹെഡിന്റെ പോർഷനും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗാർബേജ് മാസ്ക് ചില പോർഷൻസിലൊന്ന് അനിമേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ആ മാസ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീ കൊടുക്കുക. അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെൻ ടൂൾ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, വലിയ ഇഷ്യൂ ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് മാസ്കിലേക്ക് പോവാം. മാസ്ക് നമ്പർ 2. അത് നമുക്ക് ഇവിടെ കീ ഇടാം. അതിനുശേഷം കുഴപ്പമില്ല. ബാക്കൗട്ട് വരിക. ഈ ഒരു ഏരിയ മുതലാണ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കുറച്ച് ഇഷ്യൂ ഉണ്ട്.
കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊടിക്ക്. ആ ഫെദറിംഗ് പോയിന്റ്സ് കയറി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കട്ടായി പോകുന്നുണ്ട്. നമുക്ക് ആ ഒരു ഫ്രെയിമിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യണം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഉണ്ട്. ഏകദേശം ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വിഷ്വലിന്റെ എക്സ്പോഷർ കുറച്ച് ചേഞ്ച് ആവുന്നുണ്ട്. അവിടുത്തെ ലൈറ്റ് കുറച്ച് ഡിം ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ പ്ലേറ്റ് എടുത്തു വെച്ച വിഷ്വല് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയി നിൽക്കുന്നതാണ്. അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ബ്രൈറ്റ്നെസ്സിന് ഒരു കീ ഫ്രെയിം കൊടുത്താൽ മതി. ജസ്റ്റ് ബ്രൈറ്റ്നെസ് സെർച്ച് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഏത് പോയിന്റ് മുതലാണോ അതാവുന്നത് ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്തതിനു ശേഷം ബ്രൈറ്റ്നെസ്സിന് ഒരു കീ കൊടുക്കുക. യു പ്രസ് ചെയ്ത് ആ കീ ഫ്രെയിം നോക്കുക. നെക്സ്റ്റ് ഫ്രെയിം മുതൽ ഏകദേശം ഇവിടെ ആവുമ്പോഴാണ് അത് സ്റ്റാറ്റിക് ആവുന്നത്. ആ ബ്രൈറ്റ്നെസ് നമുക്കൊന്ന് കുറച്ച് ഒന്ന് മാച്ച് ചെയ്യിപ്പിക്കാൻ നോക്കാം. മാച്ച് ആയിട്ടുണ്ട്. വലിയ ചേഞ്ച് അറിയുന്നില്ല, കുറച്ചൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പോയിന്റിൽ നിന്ന് ആ വാല്യൂ ചേഞ്ച് ആവേണ്ടതായിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ അത് വീണ്ടും ബ്രൈറ്റ് ആവുന്നുണ്ട്. നമുക്കത് ഒന്ന് ഫിക്സ് ചെയ്യാം. കീ ഫ്രെയിംസ് കുറച്ചുകൂടി ചേഞ്ച് ചെയ്യാനുണ്ട്. ഓക്കെ, അത് മാച്ച് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ലീൻ പ്ലേറ്റ് ഫിക്സ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും സബ്ജക്റ്റോ അൺവാണ്ടഡ് എലമെന്റ്സോ ഒക്കെ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്നത്. ഓക്കെ.